ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നന്ദുവിനെ കണ്ടതിൻ്റെ കലിപ്പ് തീരുന്നേയില്ല അനാമികയ്ക്ക്. അനാമിക പറയുന്നുണ്ട്, നിൻ്റെ വെല്ലുമ്മയ്ക്കാണെങ്കിൽ അവരുടെ മരുമോളെ കാണുന്നേ ഇഷ്ടമല്ല. നിൻ്റെ ഏട്ടത്തി ഐസിയുവിനകത്തോട്ട് കയറുന്ന പോലും അവർക്ക് ഇഷ്ടമല്ല. ആ സമയത്താണ് നീ അവളുടെ അനിയത്തിയെ വിളിച്ച് അകത്ത് കയറ്റിയത്. ഞാൻ വിളിച്ചിട്ടല്ല നന്ദു വന്നെന്ന് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, എന്നാലും നിനക്കെന്നാ മനസ്സിലാകാത്തെന്ന് ചോദിക്കും. നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ തമ്മിലുള്ള അകലത്തിന് കാരണം തന്നെ ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവളുമായിട്ടുള്ള നിൻ്റെ അടുപ്പം തന്നെയാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അന്നേരമാണ് നയനയും ആദർശവും അങ്ങോട്ട് കയറി വരുന്നത്. പിന്നെ അനാമികയുടെ ദേഷ്യം മുഴുവൻ നയനയോടാകും. നിങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങളുടെ അനിയത്തി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. എന്തൊക്കെ അനാമിക നീ പറയുന്നത്? ഞാൻ പറയുന്നത് ഇവന് മനസ്സിലാകുന്നില്ല, ഇനി നിങ്ങൾക്കൂടെ മനസ്സിലാകുന്നില്ല എന്ന് പറയരുതെന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നയനയുടെ അനിയത്തിയാണ് നന്ദു. അപ്പോൾ എൻ്റെ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ വന്ന് കാണുക എന്നുള്ളത് നന്ദുവിൻ്റെ ഒരു കടമയല്ലേ. അപ്പം നന്ദു വന്നെന്നും കണ്ടെന്നും ഒക്കെ ഇരിക്കുമെന്ന് പറയും. അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷേ അവൾ വന്നത് നിങ്ങൾ ആരുമില്ലാത്ത സമയത്ത് തന്നെയാണ്. അത് മനഃപൂർവ്വം ഇവനെ കാണാനും ഇവനുമായിട്ട് സംസാരിക്കാനും വേണ്ടി മാത്രമല്ലേ എന്ന് അനാമിക ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം അനാമിക മനസ്സിലാക്കണം, ഇവള് നിൻ്റെ ചേച്ചിയാണ്. അപ്പം നീ അവളോട് ആ ബഹുമാനം കാണിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ബഹുമാനം കൊടുക്കേണ്ടവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ ആദർശേട്ടാ. സ്വന്തം അമ്മയെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയവളെയാണ് നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനല്ല എൻ്റെ അമ്മയ്ക്ക് വിഷം കൊടുത്തത്. ഒന്നുകിൽ അത് അഫിയും അമ്മയും ആയിരിക്കും, അല്ലെങ്കിൽ നീയും നിൻ്റെ അമ്മയായിരിക്കുമെന്ന് നയനയും പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അനാമിക ഒന്ന് വിരളുന്നുണ്ട്. എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവരുടെ ചേച്ചി നല്ലവരായിരുന്നെങ്കിൽ ഇവരുടെ അമ്മായിമ്മമാർ ഇവരെ ചേർത്ത് നിർത്തത്തില്ലായിരുന്നോ? ഇപ്പോൾ ഇവർ രണ്ടുപേരും എന്നെയാണ് സ്നേഹിക്കുന്നത്. ഇത് കേൾക്കുന്ന ആദർശ് പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഐസിയു കിടക്കുകയാണെങ്കിൽ പോലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അമ്മ ഇപ്പോൾ ഈ കാണിക്കുന്നത് അമ്മയുടെ വിവരക്കേട് തന്നെയാണ്. വല്യമ്മയുടെ ബുദ്ധിക്കല്ല പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇവളെ ഒരു കാലത്ത് വെറുക്കുകയും ഇപ്പോൾ ഒരുപാട് താലോലിക്കുകയും ചെയ്യുന്ന ആദർശേട്ടൻ്റെ ബുദ്ധിക്കാണ് ശരിക്കും തകരാറ് വന്നിരിക്കുന്നതെന്ന് അനാമിക പറയും. ഇതൂടെ കേട്ട് കഴിയുമ്പോൾ അനിയുടെ കൺട്രോൾ പോകുന്നുണ്ട്. അനി പറയും, നിർത്തടി എന്ന് പറയും. എൻ്റെ ഏട്ടനെ ഏട്ടത്തിയെ ഒന്ന് വിമർശിക്കാൻ നീ ആളായിട്ടില്ല. നീയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നത്. എന്താടാ നീ പറഞ്ഞത്? ഞാനാണ് നിൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നതെന്നോ? അതെടാ, ഞാൻ തന്നെയാണ് നിൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ പിണങ്ങിപ്പോയ ഉടനെ നീ അവളെ വിളിച്ച് വരുത്തിയത്. അവൾ വന്ന ഉടനെ ഡ്രസ്സ് എടുക്കാനാന്ന് പറഞ്ഞ് നിൻ്റെ ചേട്ടനും ചേട്ടത്തിയും ഇവിടുന്ന് മാറിക്കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ പോയാൽ അനന്തപുരിയിൽ നിന്ന് ഞാൻ പോയില്ലെങ്കിൽ ഇവളും ഇവിടെ ചേട്ടത്തിയും കൂടെ എനിക്ക് വിഷം തന്ന് എന്നെ ഒഴിവാക്കാൻ നോക്കും. എൻ്റെ വല്യമ്മയുടെ അവസ്ഥ തന്നെയായിരിക്കും എനിക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചവിട്ടി കുലുക്കി അനാമിക ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇത്രയും വേളം നടന്നിട്ടും ആദർശ് അനിയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നോക്കുന്നതിന് പകരം നയനയോട് പറയുന്നുണ്ട്, നയനെ നിനക്ക് പ്രഷർ ഉള്ളതല്ലേ, അതുകൊണ്ട് നീ പ്രഷർ കൂട്ടരുത്, നീ ഒന്ന് റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പോഴത്തേക്ക് അനി അങ്ങോട്ട് വന്ന് പറയും, കണ്ടില്ലേ അവളുടെ സ്വഭാവം, എല്ലാവരുടെ കൂടി അവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചില്ലേ, എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ എന്നൊക്കെ പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എടാ അവൾ കൊച്ചു കുട്ടിയല്ലേ, ചെറുപ്പമല്ലേ എന്നൊക്കെ. അവൾക്കാണോ ചെറുപ്പം? അവൾക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയത്തില്ലേ? അവളെക്കാട്ടിലും കഷ്ടമാണ് അവളുടെ അമ്മ. അവർക്കൊരു 48 വയസ്സ് കാണുമല്ലോ, എന്നിട്ടും അവരുടെ സ്വഭാവമാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനി ഇറങ്ങി അങ്ങ് പോകും. അപ്പോൾ ആദർശ് നയനയോട് പറയുന്നുണ്ട്, നീ എന്തിനാ അനാമികയായിട്ട് കൊമ്പ് കോർക്കാൻ പോകുന്നത്? അവളുടെ സംസാരം കണ്ടില്ലേ, ഭയങ്കര ഓവറായിട്ട് അവൾ പറയാറുള്ളൂ. അതൊക്കെ നിനക്ക് സങ്കടമാകില്ലേ എന്ന്. എൻ്റെ ആദർശേട്ടാ, അവളുടെ ചില നേരത്തെ സംസാരം കിട്ടുകഴിഞ്ഞാൽ പിന്നെ മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ നോക്കണ്ടേ അനിയുടെ ജീവിതമെങ്കിലും. അവർ തമ്മിൽ എങ്ങനെയും ഒന്നിപ്പിച്ച് പോകാനാണ് നമ്മൾ നോക്കേണ്ടത്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഡൈവോഴ്സ് ഉണ്ടാകാൻ അനുവദിക്കരുത്. അനന്തപുരി തറവാട്ടിൽ ആരും കല്യാണത്തിന് ശേഷം ഡൈവോഴ്സ് ചെയ്തിട്ടില്ല. അത് നമ്മൾ നോക്കി വേണം ജീവിക്കാൻ എന്നൊക്കെ നയനയോട് ആദർശ് പറയും. അനാമികയുടെ ദേഷ്യം തീരുന്നേയില്ല. അതുകൊണ്ട് അനാമിക ഒരു ടാക്സി വിളിച്ച് അനന്തപുരിയിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ വാതുക്കെ തന്നെ ഇരിപ്പുണ്ട് ജാനകി. ആ മോളെ എന്ന് പറഞ്ഞ് ജാനകി എഴുന്നേറ്റ് വരും. ഉടനെ അനാമിക പറയുന്നുണ്ട്, പിണങ്ങിപ്പോയി ഞാൻ നാണം കെട്ട് തിരിച്ചു വന്നൊന്നുമല്ല. എൻ്റെ ഭർത്താവ് എന്നെ തിരിച്ചു വിളിക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്നാന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് അവന് ഒരു ആഗ്രഹവുമില്ല. വല്യമ്മ ഹോസ്പിറ്റലിലാണെങ്കിലും ഞാൻ പിണങ്ങി അങ്ങ് വീട്ടിൽ നിന്നാലും എനിക്ക് വല്യമ്മയെ കാണണ്ടേ? എനിക്ക് വല്യമ്മയെന്ന് പറഞ്ഞ ജീവനാ. ഞാൻ വേണ്ടേ വല്യമ്മയുടെ കൂടെ നിൽക്കാനൊക്കെ? അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്ന്. അവിടെ ചെന്നപ്പോഴത്തേന് അവൾ അവിടെ ഉണ്ടായിരുന്നു. ആര് എന്ന് ജാനകി ചോദിക്കും. ആ നന്ദു. അവളും അവനും അവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടെന്ന് പറയും. ഇവിടെ ആരുടെ മനസ്സ് മാറിയിട്ടില്ല അമ്മേ. അനിയും അവളും ഇപ്പോഴും അടുപ്പത്തില്ല. അവളുമാരുടെ ചേച്ചിക്കാണെങ്കിൽ അവളെ ഈ വീട്ടിൽ പ്രതിഷ്ഠിക്കണം. അതിനുവേണ്ടി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അവളുമാർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നവ്യ ഇറങ്ങി വരുന്നുണ്ട്. ഉടനെ ജാനകി നവ്യയുടെ നേരെ തിരിയും. എന്തിനാടി നിൻ്റെ അനിയത്തി ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നത്? അർഹതയില്ല. നീയും നിൻ്റെ അനിയത്തിയും കൂടെ ഇവിടെ കയറി വന്നിട്ട് വീണ്ടും അടുത്തവളെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കും ഈ വീട്ടിൽ നിന്ന് പുറത്താകുന്നത്, അല്ലാതെ എൻ്റെ അനാമിക മോളല്ലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നവ്യ പറയും, അടുത്ത വഴക്കിനുള്ള കാര്യമായിട്ടാണ് ഇവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്.
അനി മാത്രമുള്ളപ്പോൾ നിൻ്റെ അനിയത്തി എന്തിനടി ഇപ്പം അങ്ങോട്ട് ചെന്നത്? ഞാൻ അങ്ങോട്ട് ചെന്നത് അനിക്കും നന്ദുവിനും ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് അനാമികയും പറയും. അതിന് നിൻ്റെ ഭർത്താവിന് നിന്നെ വേണ്ടെങ്കിൽ ഞാൻ എന്നാ ചെയ്യാനാ, അത് നിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറയും. അപ്പം ജാനകി പറയുന്നുണ്ട്, അത് നീ തന്നെ പറയണം, നിൻ്റെ ഭർത്താവ് നിന്നെ അങ്ങ് കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണല്ലോ എന്ന് പറയുന്നുണ്ടേ അനാമികയും പറയും, ഒരു ദിവസം സ്നേഹം കാണിച്ചെന്ന് പറഞ്ഞ് എന്തൊരു ഇളക്കമായിരുന്നു ഈ വീട്ടിൽ, ഇപ്പം അഹങ്കാരമെല്ലാം മാറി ഒതുങ്ങി ഒരു വശത്തിരിക്കുകയാണെന്ന് പറയും. ഇവിടെ അനിയത്തി ഒറ്റ ഒരുത്തിയാണ് എൻ്റെ മോനെ ഇങ്ങനെ ആക്കിയത്, അവൻ്റെ ചെവി കടിച്ചു പറിച്ച് അവനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് അവളാണ്. ഞാനൊരു കാര്യം തറപ്പിച്ച് പറഞ്ഞേക്കാം, എൻ്റെ അനാമിക മോൾ എന്തായാലും ഇവിടെ കാണും, ഇവിടുന്ന് പുറത്തു പോകുന്നത് നീയും നിൻ്റെ അനിയത്തി മാത്രമായിരിക്കുമെന്ന് നവിയോട് പറയും. നവിയാണ് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഉടനെ നവി പറയും, അത് അങ്ങനെയൊന്നും പറയണ്ട അമ്മായി ഒരു ദിവസം ഇവളുടെ തനി സ്വഭാവം മനസ്സിലാക്കും, അന്ന് അമ്മായി തന്നെ ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോളൂ എന്ന് പറയും. എനിക്ക് പുറത്തു പോകാൻ ഒരു മടിയില്ലടി, ഞാൻ ഇവിടുന്ന് ചെന്നാലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ പൊന്നു പോലെ നോക്കിക്കോളും, പക്ഷെ നിനക്കൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കാതെ ഒരു വഴിയുമില്ലല്ലോ, ഇവിടുന്ന് പോയേ കഴിഞ്ഞാൽ പിന്നെ നീയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ട ഗതികേട് വരില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ തെരുവി കളയുന്ന അച്ഛനും അമ്മയും അല്ലടി ഞങ്ങൾക്കുള്ളത്, പിന്നെ നീ ഒന്നും മിണ്ടാതിരിക്കും, ഒരിക്കലും ആരും പറയാത്ത കള്ളത്തരങ്ങളും പറഞ്ഞുകൊണ്ടാണ് നീ രണ്ടും ഈ വീട്ടിലേക്ക് കയറി വന്നത്, അതിനെല്ലാം സപ്പോർട്ടായി നിന്ന നിൻ്റെ അച്ഛൻ്റെ ചെവിക്കലിനിട്ട് ആദ്യം ഒരെണ്ണം തരേണ്ടതെന്ന് ജാനകി പറയുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും തല്ലുവൊന്നും വേണ്ട, ഒരു മകളെ ഇതുപോലെ അഹങ്കാരിയായിട്ട് വളർത്തിയെടുത്ത ഇവളുടെ അച്ഛൻ്റെ അമ്മയുടെയും ചെവിക്കലിനിട്ട് അമ്മായി അങ്ങ് അടിച്ചാൽ മതിയെന്ന് നവിയേം പറയും. ഇത് കേൾക്കുന്ന അനാമിക ദേഷ്യത്തോടെ നവിയെ നോക്കുന്നുണ്ട്. നീ നോക്കണ്ട, ഞാൻ സത്യം മാത്രമാണ് പറഞ്ഞേ, കഴിഞ്ഞ ദിവസം ഇവിടെ കിടന്ന് ഓടിയില്ലായിരുന്നു നീ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ, അന്ന് പായസം കുടിച്ചിട്ട് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ സത്യാവസ്ഥ നിനക്കറിയാം. കഴിഞ്ഞ ദിവസം പായസം കുടിച്ചതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാമല്ലോ, അന്ന് നിൻ്റെ പായസത്തിനകത്ത് എന്തോ പൊടി കലക്കുകയും നീ നിൻ്റെ അമ്മയും കൂടെ, അത് നിനക്കറിയുകയും ചെയ്യാം. ഇന്ന് ആദർശേട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും നീ നിൻ്റെ അമ്മയും ആയിരിക്കും, അല്ലെങ്കിൽ അവയുടെ അമ്മയും. ഇത് കേൾക്കുമ്പോഴത്തേന് ഇടിയെന്ന് പറഞ്ഞ് അനാമിക നവിയുടെ നേരെ കൈ ചൂണ്ടി വരും. ആ കൈ പിടിച്ച് തിരിക്കുന്നുണ്ട് നവിയ. നീ കൈ ചൂണ്ടുമൊന്നും വേണ്ട, ഞാൻ എന്തായാലും പറഞ്ഞത് തിരിച്ചെടുക്കാൻ പോകുന്നേ ഇല്ല. കുറ്റം ചെയ്തവർ ഇപ്പോഴും കള്ളക്കണ്ണീരുമായിട്ട് അഭിനയിച്ച് തകർക്കുകയാണ്, ബാക്കിയുള്ളവരെ കള്ളന്മാരാക്കാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ ഞാനോ നയനയോ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് നവി അകത്തേക്ക് പോകും. അന്നേരം അനാമിയെ സങ്കടത്തോടെ ചെന്ന് ജാനകിയോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ എങ്ങനെയാണ് ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നതെന്ന്. അത് സാരമില്ല മോളെ, എന്തായാലും ഇടത്തി ഇങ്ങി വരട്ടെ, നമുക്ക് ഇവളുമാരെ പുറത്ത് അടിക്കാനുള്ള എല്ലാ വഴിയും നോക്കാമെന്ന് ജാനകി ഉറപ്പ് കൊടുക്കുന്നുണ്ട് അനാമികയ്ക്ക്. അനാമിക അത് കേൾക്കുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഐസിയുവിനകത്തുനിന്ന് ഇറങ്ങി വരുന്ന ആദർശ് നയനയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പോഴും നിന്നോട് ഭയങ്കര വൈരാഗ്യമാണല്ലോ, നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ അമ്മ സമ്മതിക്കുന്നേ ഇല്ലെന്ന് പറയും. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നയന പറയും, അത് സാരമില്ല ആദർശേട്ടാ, ആദർശേട്ടന് സങ്കടപ്പെടുകയൊന്നും വേണ്ട എന്നൊക്കെ പറയും. എന്നാലും അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്ത് ജീവൻ രക്ഷിച്ചതൊക്കെ നീയല്ലേ, എന്നിട്ടും അമ്മയ്ക്ക് എന്നാ നിന്നോടൊരു സ്നേഹമില്ലാത്തെന്ന് പറയും. എന്തായാലും ആദർശേട്ടൻ അമ്മ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഒക്കെ അമ്മയുടെ ഒപ്പം അങ്ങ് നിന്നാൽ മതി, ആദർശേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതെന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ജയൻ അങ്ങോട്ട് വരുന്നത്. അപ്പം ജയനോട് ആദർശ് പറയും, അച്ഛാ അമ്മയ്ക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നപ്പോൾ ബ്ലഡ് കൊടുക്കുകയും അമ്മയുടെ ജീവൻ രക്ഷിക്കുകയൊക്കെ ചെയ്തത് ഇവളല്ലേ, എന്നിട്ട് അമ്മയ്ക്ക് ഇവളോടുള്ള ദേഷ്യമൊന്നും ഒട്ടും മാറുന്നേ ഇല്ല, അമ്മയോട് പറഞ്ഞാലോ ഇവളാണ് അമ്മയ്ക്ക് ബ്ലഡ് തന്നതെന്ന്. അപ്പോൾ വേണ്ട മോനെ ഇപ്പം അത് പറയണ്ട, അവളോട് ചോദിക്കാതെ എന്തിനാ നയനയുടെ ബ്ലഡ് അവളുടെ ശരീരത്തിൽ കയറ്റിയെന്ന് പറഞ്ഞ് അവൾ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങുമെന്ന് ജയനും പറയും. അച്ഛാ ഞാൻ ആദർശേട്ടനോട് പറയാറുണ്ട് അതൊന്നും കാര്യമാക്കണ്ടെന്ന്. കാര്യമുണ്ട് മോളെ, ഇത്രയും ഒക്കെ സംഭവിച്ചിട്ട് പോലും ആ ദേവയാനിക്ക് ഒട്ടും മാറ്റമില്ല, ഒരു തുള്ളി പോലും നിന്നെ സ്നേഹിക്കുന്നുമില്ല. ശബരിമല ദർശനമൊക്കെ എന്തായാലും ഒരനുഗ്രഹമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ദേവയാനിയുടെ സ്വഭാവമൊക്കെ മാറുമായിരിക്കും എന്ന് പറയും. അന്നേരത്തേന് ആദർശ് പറയുന്നുണ്ട്, ഒരു ഭഗവാൻ വിചാരിച്ചാലും അമ്മയുടെ സ്വഭാവം മാറ്റാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാന്ന്. അപ്പോൾ സങ്കടത്തോടെ നയന ഇങ്ങനെ സൈഡിലോട്ട് മാറി നിൽക്കുന്ന സമയത്ത് നയനയ്ക്ക് തല കറങ്ങും. അപ്പോൾ ആദർശേട്ടാന്ന് പറഞ്ഞ് വിളിക്കുന്ന ഉടനെ ആദർശി എന്ന് നയനെ താങ്ങി എവിടെ ഇരുത്തും. അന്നേരം ജയൻ പറയുന്നുണ്ട്, മോക്ക് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലായിരുന്നു, അതുകൊണ്ട് ഒരു ചെക്കപ്പൊക്കെ നടത്തണമെന്ന്. വേണ്ട അച്ഛാ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അത് സാരമില്ല, എന്തായാലും ഞങ്ങൾ പറയുന്ന അനുസരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നയനെ ഡോക്ടറെ അടുത്തോട്ട് കൊണ്ടുപോകും.
പിന്നെ ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പറയും ബോഡി വളരെ വീക്കാണ്, നന്നായിട്ട് ആഹാരം കഴിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലായിരുന്നു എന്ന് ചോദിക്കും. ആഹാരം ഉണ്ടാക്കുക മാത്രമേ അല്ലേ, കഴിക്കുക കുറവാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ. അന്നേരം ആദർശ് പറയും, ഡോക്ടറെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ആഹാരം ഉണ്ടാക്കുന്നത് ഇവളാണ്, പക്ഷേ ഇവൾ കഴിക്കാറില്ല അങ്ങനെ ആഹാരമൊന്നും. ശരിക്കും പറഞ്ഞാൽ നയനയുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്തത് തന്നെ ഒരു റിസ്ക് പിടിച്ച പരിപാടിയായിരുന്നെന്ന് ഡോക്ടർ പറയും. എന്തായാലും ഇന്നിവിടെ റെസ്റ്റ് എടുത്ത് പോയാൽ മതിയെന്ന് പറഞ്ഞ് ട്രിപ്പൊക്കെ ഇടിയിച്ച് ഡോക്ടർ ഇറങ്ങി അങ്ങ് പോകും. ഇവളെവിടെ കിടക്കുകയാണെന്നുള്ള കാര്യം മുത്തശ്ശനും മുത്തശ്ശിയും അറിയണ്ട എന്ന് ജയനോട് ആദർശ് പറയുന്നുണ്ട്. എങ്ങനെയും അറിഞ്ഞാലും മുത്തശ്ശനെയും മുത്തശ്ശിയുടെയും ടെൻഷൻ കൂട്ടാനായിട്ട് അവിടെ കുറേ പേരുണ്ടല്ലോ എന്ന് ആദർശ് പറയും. എന്തായാലും നീ ഇവിടെ മോക്ക് കൂട്ടിരിക്കുമെന്ന് പറഞ്ഞ് ജയൻ ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം ആദർശ് നയനയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നയനയുടെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പം നയന ആദർശിനെ നോക്കുമ്പോൾ ആദർശ് പറയും, അമ്മ നിന്നെ എന്തുമാത്രം വെറുക്കുന്നു അത്രയും തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. നമ്മൾ തമ്മിൽ ഒരു പ്രത്യേക ആത്മബന്ധം തന്നെയുണ്ട്, അതൊരിക്കലും മാഞ്ഞു പോകരുതേ എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് നയനയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ആദർശ് നയനയുടെ കണ്ണിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. നയനയും സ്നേഹത്തോടെ ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി കിടക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.